2019 സെപ്റ്റംബർ 10 ചൊവ്വ. മലയാള വർഷം 1195 ചിങ്ങമാസത്തിലെ ഉത്രാട ദിനം. ഞങ്ങളുടെ യാത്ര കൊടുംവനത്തിനകത്തുള്ള തേൻവരിക്കല്ല് വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മാലോം ടൗണിനടുത്തുള്ള ഒരു സ്ഥലത്താണുള്ളത്. കൊടുങ്കാട്ടിനകത്തുള്ള തേൻവരിക്കല്ല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നല്ല പാലരുവിയാണ്. കാട്ടിനകത്തുള്ള അരുവി കണ്ടു നോക്കൂ. തേൻവരിക്കല്ല് വെള്ളച്ചാട്ടം ഇന്ന് കാണാൻ നടക്കും തോന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തായതുകൊണ്ട് തേൻവരിക്കല്ല് കാണാൻ പെർമിഷൻ കിട്ടില്ലെന്നാണ് നാട്ടുകാരനെ ഒരാൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ കൊന്നക്കാടിനടുത്തുള്ള അച്ചൻകല്ല് വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. ഒരു പ്രാവശ്യം പോയതാണ്, എന്നാൽ ഒന്നുകൂടി പോയി നോക്കാം. അച്ചൻകല്ല് എത്തിയിട്ടുണ്ട്. അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു, അങ്ങനെ അത് കാണാൻ വേണ്ടി നിർത്തിയാണ്. ഇത് നല്ല മഴ കിട്ടി, അപ്പോൾ കയറി നിന്നതാണ് ഈ ഷെഡിനകത്ത്. 5.1 ചാനൽ ഡോൾബി സിസ്റ്റമുള്ള ടിപ്പുള്ളവർ കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ ഇതാ കണ്ടുപോയിക്കോളൂ. അങ്ങനെ കാസർഗോഡിൻ്റെ അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിന് നേരെ മോൾ ഭാഗത്തേക്കാണ് പോകുന്നത്. അച്ചൻകല്ല് വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോൾ ഭാഗത്തു നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാം. മുകളിലെത്തി കഴിയുമ്പോഴാണ് ആ അരുവിയുടെ മനോഹാരിത കൂടുതൽ വ്യക്തമായി കാണുന്നത്. അരക്കെട്ടിന് മുകളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്ന ആ ഒരു ദൃശ്യം മനോഹരമാണ്. വെള്ളച്ചാട്ടത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. വലിയ ഒഴുക്കൊന്നുമില്ലാത്ത അത്യാവശ്യം സേഫായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അച്ചൻകല്ല് മുകൾ ഭാഗത്തുനിന്നുള്ള വ്യൂ കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ പോവാണ്. താഴ്ഭാഗത്തേക്ക് എത്തി. വെള്ളത്തിൻ്റെ ശക്തി കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അത്ര ഇല്ല. മഴ കുറഞ്ഞത് കൊണ്ടുവന്നൊക്കെ അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ശക്തി വളരെ കുറവാണ്. കാസർഗോഡിൻ്റെ അതിരപ്പള്ളി എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കൂർഗ് എന്നറിയപ്പെടുന്ന മാലോം മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വലിയ ഉയരത്തിന് വെള്ളം താഴോട്ട് വീഴുന്നല്ലാണ്ട് റിസ്ക് ഒന്നുമില്ല. അതിൽ ആഴമില്ല, തെന്നിപ്പോവില്ല, വലിയ കാര്യമായ തെന്നിപ്പോവുന്നില്ല. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് സേഫായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ആവി പാറുന്ന ഓംലേറ്റും ബ്രെഡും. അങ്ങനെ
അതിരപ്പള്ളിയിൽ നിന്നും അച്ചൻകല്ലിൽ നിന്നും തിരിച്ചു പോവാണ്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. തിരക്കൊന്നും കാണൂല. ഇപ്പം ഏതാണ്ട് നട്ടുച്ചയാണ്. ഇവിടെ തിരക്കൊന്നുമില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ പോയി. ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ തിരക്കുണ്ടാവാറെന്നാണ് അടുത്തുള്ള ചേട്ടൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് ശനിയും ഞായറും തിരക്കുണ്ടാവും. സാധാരണ വീക്ക് ഡേയ്സിൽ തിരക്ക് കുറവായിരിക്കും. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഓണത്തിന് ചിലപ്പം തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.